മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ ഒരു സുവനീർ. നമുക്കിവിടെ വന്നതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് വാങ്ങിയേക്കാൻ പറ്റുന്ന സാധനങ്ങളാണല്ലോ അതൊക്കെ. എനിക്ക് തോന്നുന്നു കാർബോർഡോ അങ്ങനെ എന്തുകൊണ്ടോ ഉണ്ടാക്കിയതാണ്. നമ്മളപ്പോൾ പുറത്ത് നേരത്തെ കണ്ടതിൻ്റെ കൈ, ലീഡർഷിപ്പ്, മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ കുറച്ചുള്ള ബുക്കുകളായിരിക്കും. ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ബുക്കുകളാണല്ലോ അതുകൊണ്ട്. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളാണ് ഇവിടെയൊക്കെ. ഇവരുടെ ഒരു ലീഡർഷിപ്പ് തന്നെയാണ് ദുബായിനെ ദുബായിയായി മാറ്റുന്നത്. അതായത് 15,000 ദിർഹമാണ് സാധനത്തിന് വില. എന്താ ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് എന്താണ് എഴുതിയത്. $15,000. 15,000 നമ്മൾ നാട്ടിലെത്ര റുപ്യ ₹100 കൺവേർട്ട് ചെയ്യാനായിട്ട്. പിന്നെ അഷ്ലാന് വാങ്ങി വെക്കാം. അതാ പറന്ന് നടന്നിരുന്ന റോബോട്ടാണുള്ളത്. ഇതിലുണ്ട് 1250 AD ഇതുകൊണ്ട്. ഇത് നമ്മളെ സിമ്പിൾ ഓഫ് വിക്ടറി. ആണ് എമിറേറ്റ്സ് ടവർ ഇന്ത്യനിലെ. ഇതൊരു മെയിൻ ഒരു ബിസിനസ് സമുച്ചയമാണ് എമിറേറ്റ്സ് ടവർ എന്ന് പറയുന്നത്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രമേ പോയിട്ടുള്ളൂ. എന്താ വെച്ചാൽ ദുബായ് മാളും അതേമാതിരി ബുർജ് ഖലീഫയും കൂടി ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഫ്രീ ആക്സസ് ഉള്ള ഗ്രൗണ്ടിലും ഫസ്റ്റിലായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂകൾ ഒക്കെ എടുത്തു. മേലൊക്കെ ഇട്ട് കണ്ട ഉള്ളതെന്നറിയില്ല. വേറെ ദിവസം വന്നിട്ട് അതിന് മുകളിലും കയറണം. ഓക്കെ, ഏതായാലും നമുക്ക് ഇനി ഇവിടുന്ന് റെസ്റ്റ് അവർ മെട്രോ നമുക്ക് ദുബായ് മാളിലേക്ക് പോകും. ഓക്കെ.